റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ആദ്യമായി മലയോരത്തെ 1500 പെൺകുട്ടികൾക്ക് സ്വയം രക്ഷാ പരിശീലനം നൽകി വരുന്നു. ജ്വാല എന്ന പേരിൽ ചെറുപുഴ, ഈസ്റ്റളരി, പെരിങ്ങോം, വൈക്കര തുടങ്ങിയ പഞ്ചായത്തുകളിലെ 25ഓളം വരുന്ന സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുത്ത കുട്ടികൾക്ക് കഴിഞ്ഞ 3 മാസക്കാലമായി റൊട്ടേറിയൻ കോഷി തോമസ് സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിലുള്ള 50 അംഗ പുരുഷ വനിതാ ബ്ലാക്ക് ബെൽറ്റ് അംഗങ്ങൾ കരാട്ടെ പരിശീലനം നൽകി വരികയാണ്. ഈ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡും സർട്ടിഫിക്കറ്റ് വിതരണം കന്നിക്കളം ആർക്കേഞ്ചൽ പബ്ലിക് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. മുൻ DGP B. സന്ധ്യ IPS ഉദ്ഘാടനം ചെയ്തു. അതിഗംഭീരം എന്നതിൽ കുറഞ്ഞൊന്നും പറയാനില്ല. പെൺകുട്ടികളുടെ സെൽഫ് ഡിഫൻസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കേരള പോലീസ് കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള പരിപാടികൾ ഞങ്ങൾ 2013 തുടങ്ങിയതാണ്. ഓരോ ജില്ലയിലും അതിനു വേണ്ടിയിട്ട് ഒരു ട്രെയിനിങ് ടീം തന്നെ, വനിതാ പോലീസിൻ്റെ ഒരു ടീം തന്നെ ഉണ്ട്. 10 ലക്ഷത്തിലധികം പെൺകുട്ടികളെങ്കിലും ഇതിനകം ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് സ്വയം പര്യാപ്തത ഉണ്ടാകുക. അതല്ലാതെ സെൽഫ് ഡിഫൻസ് അല്ലെങ്കിൽ കരാട്ടെ എന്നൊക്കെ കേൾക്കുമ്പോഴേക്കും ആരെങ്കിലും ഇത് കണ്ണി കാണുന്ന ആണുങ്ങളെ എല്ലാം, ആൺപിള്ളേരെ എല്ലാം ഇടിച്ച് നിലം പരിശാക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് എന്ന് വിചാരിക്കാൻ പാടില്ല. അങ്ങനെയല്ല. ആത്മവിശ്വാസം പെൺകുട്ടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഇത്തരം പ്രോഗ്രാമുകളുടെ ലക്ഷ്യം. റോട്ടറി ക്ലബ് പ്രസിഡന്റ് റൊട്ടേറിയൻ PHF റോയ് ആൻഡ്രോത്ത് അധ്യക്ഷനായി. ഹൻസി കത്സുവോ ഷിരോമ മുഖ്യാതിഥിയായി. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ മേജർ ഡോണർ ഡോക്ടർ സേതു ശിവശങ്കർ, ഇന്ത്യയിലെ ഫസ്റ്റ് റെഡ് ബെൽറ്റ് ഹോൾഡർ ഹൻസി S. രാജാമണി, അസിസ്റ്റന്റ് ഗവർണർ K. അരുൺ, ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ, ഡോക്ടർ അജിത, ക്ലബ്ബ് സെക്രട്ടറി മിഥുൻ C, പ്രോഗ്രാം കോർഡിനേറ്റർ വിജോയ് വർഗീസ്, തോമസ് സെബാസ്റ്റ്യൻ, സോണി ജോസ്, സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഷാലി, സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. Go!